ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ പുറത്ത് നല്ല മഴയാണ്. ചെറിയ രീതിയിലുള്ള നോയ്സും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ക്ഷമിച്ചേക്കാം. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നെ നമ്മൾ ബിറ്റ് കോയിൻ്റെ വിശേഷങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളൊരു ട്രേഡറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് പ്രൈസ് ആക്ഷനും കാര്യങ്ങളെല്ലാം പിന്നീട് ബിറ്റ് കോയിനിൽ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നതും ബിറ്റ് കോയിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട, നിങ്ങളുടെ അനാലിസിസിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അധികം സമയം കളയണ്ട, നേരെ ചാറ്റിലേക്ക് പോവാം. ഓക്കെ, പതിവ് പോലെ തന്നെ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിന്ന് തുടങ്ങാം. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ടും അതുപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ടും ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ടുമായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മളിവിടെ 200 പീരീഡ് വീക്ക്ലി മൂവിങ് എവറേജ് ആണ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളത്. ഈ 200 പീരീഡ് വീക്ക്ലി മൂവിങ് എവറേജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്രാഷിൻ്റെ സമയത്തും ഓരോ മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്തും ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് എവറേജ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള കാണാനായിട്ട് പറ്റും. ഈ ഒരു 2013 ആ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് 2015 ആയപ്പോഴേക്കും ഈ ഒരു 200 വീക്ക്ലി മൂവിങ് എവറേജ് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 2018 ക്രാഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് അതുപോലുള്ള ഒരു സപ്പോർട്ടായിട്ട് ഈ വീക്ക്ലി 200 പീരീഡ് മൂവിങ് എവറേജ് ആക്ട് ചെയ്യുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 2020 ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് 2022 ആയപ്പോഴേക്കും ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, നമ്മളിതൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് അവറേജിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഒരു റെഡ് ക്യാൻഡിൽ അവിടെ ഫോം ആയിട്ടുള്ളത്. അതിന് മുൻപ് സംഭവിച്ചിട്ടുള്ള പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ആയിരുന്നു, വീക്ക്ലി ക്യാൻഡിൽസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബെയറിഷ് ആയിട്ടുള്ള ആഴ്ചകളായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അതിനിടയിൽ രണ്ട് വളരെ വീക്ക് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് ഇവിടെ ഫോം ആയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബയ്യേഴ്സ് വളരെ വീക്കാണ് എന്നാണ് അർത്ഥം. സെല്ലേഴ്സ് തന്നെയാണ് അവിടെ കൺട്രോളിലുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ആ സപ്പോർട്ട് ഏരിയയിലേക്ക് തന്നെ ഒരു റീടെസ്റ്റ് സംഭവിക്കുകയും ആ സപ്പോർട്ട് ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയും ദെൻ പ്രൈസ് വീണ്ടും താഴേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പൊതുവെ കണ്ടുവരാറുള്ളത്. അപ്പോൾ അത് തന്നെ ഇവിടെയും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഈ 200 പീരീഡ് വീക്ക്ലി മൂവിങ് അവറേജ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നത് കൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്തതുകൊണ്ട് അവിടേക്ക് ഒരു റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അതായത് ഏകദേശം ഈ ഒരു ലെവലിലേക്കുള്ള ഒരു റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ദെൻ അവിടെ നിന്ന് ഒരു റീടെസ്റ്റ് സംഭവിച്ചതിന് ശേഷമായിരിക്കും പ്രൈസ് പിന്നീട് താഴേക്ക് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ താഴേക്ക് പോകുമെന്ന് ഉറപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ താഴേക്കല്ലാതെ വേറെ ഡയറക്ഷൻ ഒന്നും തന്നെ നമുക്കിവിടെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സൈനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും താഴേക്ക് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ അതിനിടയിൽ ഏതൊക്കെ രീതിയിലായിരിക്കും ഒരു പ്രൈസ് ആക്ഷൻ സംഭവിക്കാനായിട്ട് പോകുന്നത്, ഏതൊക്കെ രീതിയിലായിരിക്കും പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഒരു റീടെസ്റ്റ് ഈ ഒരു ഏരിയയിലേക്ക് നടത്തുകയും ദെൻ അവിടെ നിന്ന് താഴേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ഡൗൺ ട്രെൻഡ് ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്, നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ട്രെൻഡിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതൊരു ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ ഈ ഒരു ഡൗൺ ട്രെൻഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനൽ വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ പാരലൽ ചാനലിലെ ട്രെൻഡ് ലൈൻസിൽ ഓരോ തവണ പ്രൈസ് സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ട്രെൻഡ് ലൈനിൽ പ്രൈസ് കൃത്യമായിട്ട് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് മാത്രമല്ല, അതുപോലെ തന്നെ റെസിസ്റ്റൻസും ഈ ഒരു ഏരിയയിൽ പ്രൈസ് എടുക്കുന്നത് കാണാനായിട്ട് പറ്റും. ഈ ഒരു ട്രെൻഡ് ലൈൻസിൽ പ്രൈസ് റെസിസ്റ്റൻസും എടുക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് പ്രൈസ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നു, നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഇങ്ങോട്ട് വരുന്നു, താഴേക്ക് സംഭവിക്കുന്നു. ദെൻ ഒരു റിലീഫ് റാലി എന്ന് പറയുന്ന രീതിയിൽ പ്രൈസ് ഒന്ന് മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ആയിട്ട് പ്രൈസ് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദെൻ ഈ ഒരു ട്രെൻഡ് ലൈനിൽ എത്തുമ്പോൾ അവിടെ വീണ്ടും റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് പ്രൈസ് വീണ്ടും താഴേക്ക് തന്നെ പോവുകയാണ്. ദെൻ അവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് വീണ്ടും ഒരു റിലീഫ് റാലി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ വീണ്ടും റെസിസ്റ്റൻസ് എടുക്കുന്നു, വീണ്ടും താഴേക്ക് പോകുന്നു.
ദെൻ വീണ്ടും ഈ പറയുന്ന രീതിയിൽ തന്നെ റെസിസ്റ്റൻസ് എടുക്കുന്ന രീതിയിൽ ഒരു റിലീഫ് റാലി നടത്തുകയും വീണ്ടും പ്രൈസ് താഴേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രീതിയിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇപ്പുറത്തും സംഭവിക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു ട്രെൻഡ് ലൈൻ തന്നെ നമുക്ക് ഇവിടെ വരയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു പാരലൽ ചാനൽ തന്നെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പാരലൽ ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ഈ പറഞ്ഞ നമ്മൾ മുൻപ് കണ്ട പോലെയുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് എടുക്കുന്നു, ദെൻ ഒരു റിലീഫ് റാലി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ദെൻ അവിടെ നിന്ന് വീണ്ടും വളരെ ശക്തമായിട്ട് പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്, ദെൻ വീണ്ടും ഒരു റിലീഫ് റാലി കാണാനായിട്ട് പറ്റുന്നുണ്ട്, ദെൻ അവിടെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് വീണ്ടും താഴേക്ക് വരുന്നത്. സോ ഇനി നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടുള്ളത് ഈ രീതിയിലുള്ള ഒരു റിലീഫ് റാലിയാണ്. അതായത് പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും നീങ്ങാനായിട്ട് പോകുന്നത്, പക്ഷേ ഈ രീതിയിലുള്ള ഒരു റിലീഫ് റാലി നമുക്ക് കാണാനായിട്ട് പറ്റും, ദെൻ അവിടെ നിന്നായിരിക്കും പ്രൈസ് താഴേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ ഒരു റാലി, അതായത് കൺജസ്റ്റഡ് ആയിട്ട് ചെറിയൊരു റിലീഫ് റാലി നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നത് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ വരച്ചിട്ടുള്ള ആ ഒരു ട്രെൻഡ് ലൈനിലാണ്. അതായത് വീക്ക്ലി 200 മൂവിങ് അവറേജിലേക്ക് ഒരു റീടെസ്റ്റ് നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ട്രെൻഡ് ലൈനാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു ലെവലിലേക്ക് പ്രൈസ് ഒരു റീടെസ്റ്റ് നടത്താനായിട്ടുള്ള സാധ്യത, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു റിലീഫ് റാലി ആ ഒരു ഏരിയയിലായിരിക്കും ഒരു റെസിസ്റ്റൻസ് എടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, മുൻ ദിവസങ്ങളിലെ ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് എടുക്കുകയും ദെൻ പ്രൈസ് വീണ്ടും താഴേക്ക് തന്നെ പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ കെയർഫുള്ളായിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ല രീതിയിലുള്ള ഒരു ഡംപ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ലോങ് പൊസിഷൻസ്, ഒരു സ്വിംഗ് ട്രേഡ് ലോങ് പൊസിഷൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ലെവൽ മാത്രം, അതായത് 200 പീരീഡ് വീക്ക്ലി മൂവിങ് അവറേജ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ആ ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്തത് മാത്രം നമുക്കിവിടെ മതി. ഓക്കെ, 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകാം. 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അതേ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഈ രീതിയിൽ ഒരു ലെഫ്റ്റ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ഷോൾഡർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നെക്ക് ലൈൻ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് നെക്ക് ലൈൻ കിട്ടിയിട്ടുള്ളത്. ദെൻ ആ ഒരു നെക്ക് ലൈനിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു നെക്ക് ലൈനിലേക്ക് തന്നെ വീണ്ടും പ്രൈസ് റീടെസ്റ്റ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇതേ സെയിം പാറ്റേൺ നമുക്ക് കുറച്ച് മുൻപ് ഇവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, അതുപോലെ തന്നെ റൈറ്റ് ഷോൾഡർ ആയിട്ട് നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ചാർട്ട് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ അതിൻ്റെ നെക്ക് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരുന്നു അതിൻ്റെ നെക്ക് ലൈൻ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം അവിടേക്ക് തന്നെ പ്രൈസ് വീണ്ടും ഒരു റീടെസ്റ്റ് നടത്തിയിട്ടുള്ള കാണാനായിട്ട് പറ്റും. ദെൻ ഈ ഒരു സ്ട്രക്ചർ ലെവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ഇതിൻ്റെ സ്ട്രക്ചർ ലെവലായിട്ട് എടുക്കാനായിട്ട് പറ്റും. ആ ഒരു സ്ട്രക്ചർ ലെവലിലേക്കായിരുന്നു പിന്നീട് പ്രൈസ് പോയിട്ടുള്ളത്. ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ഒരു സ്ട്രക്ചർ ലെവലായിരുന്നു. അവിടെ നിന്നാണ് പ്രൈസ് പിന്നീട് ഡൗൺ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഇവിടെ ഒരു മൂവ്മെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നോക്കാം. ഈ രീതിയിൽ ഇതുപോലുള്ള ക്യാൻഡിൽസ് ആണ് ഇവിടെ ഫോം ആവുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം കൃത്യമായിട്ട് ഏത് രീതിയിലായിരിക്കും മൂവ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പ്രൈസ് വീണ്ടും നമ്മുടെ ആ ഒരു സ്ട്രക്ചർ ലെവലിലേക്ക് തന്നെയാണ് നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നത്. അതായത് ഈ ഒരു സ്ട്രക്ചർ ലെവൽ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ഏരിയ ആണ് ഇതിൻ്റെ സ്ട്രക്ചർ ലെവലായിട്ട് വരുന്നത്. സോ ആ ഒരു സ്ട്രക്ചർ ലെവലിലേക്ക് തന്നെ പ്രൈസ് മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് ഈ പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരേ പാറ്റേൺ തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പ്രൈസ് താഴേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇവിടെ നിന്ന് പ്രൈസിന് റിജക്ഷൻ കിട്ടുകയും ദെൻ പ്രൈസ് താഴേക്ക് പോവുകയും ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അതല്ല, ഈ ഒരു ഏരിയയിലും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസിന് മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും സംഭവിച്ചുകൊണ്ട് പ്രൈസിന് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 28K വരെയുള്ള ഒരു മൂവ്മെൻറ്റ് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. കാരണം പിന്നീട് വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു 28K എന്ന് പറയുന്ന ലെവലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസിന് ആ ഒരു ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാനായിട്ടും സാധിക്കും. പക്ഷേ അത്തരത്തിലുള്ള കൺഫർമേഷനും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിലുള്ള താഴേക്ക് തന്നെ പ്രൈസ് പോകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് ഇവിടെ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏകദേശം എത്ര വരെ പ്രൈസ് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഫിബൊനാച്ചി ടൂൾ വെച്ചുകൊണ്ട് നോക്കാം. അതായത് ഫിബൊനാച്ചി ടൂൾ ഞാൻ ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. ഈ ഒരു ഹൈയിൽ നിന്ന് ഈ ഒരു ലോയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മൾ ഈ 0.27 അല്ലെങ്കിൽ 0.62 എന്ന് പറയുന്ന ലെവൽസാണ് നമ്മൾ ഫിബൊനാച്ചി ലെവൽസ് ആയിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 16Kയിലേക്കോ അല്ലെങ്കിൽ ഒരു 15Kയിലേക്കോ ഒക്കെ പ്രൈസ് ഇനിയും ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നത്.
നമുക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ള അതേ പാറ്റേൺ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഏകദേശം നമ്മുടെ ഈ ഒരു 0.62 എന്ന് പറയുന്ന ലെവലിലേക്ക് തന്നെ പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു 15K പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഈ ഒരു പാറ്റേണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആരും തന്നെ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്തൊരു വീഡിയോയിൽ കാണാം.